അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകം മുതൽ 31-ാമത്തെ ശ്ലോകം വരെയാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അമ്മയുടെ ചരണകമലങ്ങളിൽ സാദരം സമർപ്പിക്കുന്നത്. ഭഗവത്യാ പ്രസാദേന ശർമാവാഭ്യാം ഭവിഷ്യതി ആഗന്തവ്യം ത്വയാത്രൈവ ദൈവം കൃത്വാ പരംബലം. യദധീനം ജഗത്സർവം വർത്തത്തെ സചരാചരം ഭഗവത്യാ യദാദിഷ്ടം ന തന്മിഥ്യാ ഭവിഷ്യതി. യദ്വശേ ദേവതാ സർവാ വർത്തന്തെ ശങ്കരാദയാ വക്തവ്യോസൗ ത്വയാ ബ്രഹ്മൻ ഏകാന്തേ വൈ നൃപാത്മജ. യഥാ ഭവതി മേ കാര്യം തൽകർത്തവ്യം ത്വയാ നഘ. ഇത്യുക്ത്വാ ദക്ഷിണാം ദത്വാ മുനിർ വ്യാപാരിതസ്തയാ. ഗത്വാ സർവം നിവേദ്യാശു തത്ര പ്രത്യാഗതോ ദ്വിജഃ. സുദർശനസ്തു തജ്ഞാത്വാ നിശ്ചയം ഗമനേ തദാ.
ചകാര മുനിനാ തേന പ്രേരിത പരമാദരാൻ. വ്യാസ ഉവാച ഗമനായോദ്യതം പുത്രം തമുവാച മനോരമാ വേപമാനാദിദുഃഖാർത്ത ജാതത്രാസാശ്രുലോചന കുത്ര ഗച്ഛസി പുത്രാദ്യ സമാജേ ഭൂഭൃതാം കില. ഏകാകി കൃതവൈരശ്ച കിം വിചിന്യ സ്വയംവരേ യുധാജിദ്ധന്തുകാമസ്ത്വാം സമേഷ്യതി മഹീപതി. ന തേന്യോസ്തി സഹായശ്ച തസ്മാന്മാ വ്രജപുത്രക. ഏകപുത്രാദിദീനാസ്മി തവാധാരാ നിരാശ്രയാ. നാഹർഷി ത്വം മഹാഭാഗ നിരാശാം കർത്തുമദ്യ മാം. പിതാ തേ നിഹതോ യേന സോപി തത്രാഗതോ നൃപ. ഏകാകിനം ഗതം തത്ര യുധാജിത്വാം ഹനിഷ്യതി. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മീ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകം മുതൽ 31-ാമത്തെ ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം, ആദ്യത്തെ ഒരു വരി, അതിൻ്റെ പരിഭാഷ കൂടി പാടി നമുക്കിന്ന് അമ്മയുടെ പാദകമലങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഈശ്വരി തൻ കാരുണ്യത്താൽ നമുക്കു സുഖം ലഭിക്കും. ഈശ്വരനെ സൈന്യമെന്നു കരുതിയെത്തൂ. ഈ ജഗത്തു മുഴുവനും അധീനമായുള്ള ദേവി നിർദ്ദേശിച്ച കാര്യമൊന്നും മിഥ്യയാവില്ല. ബ്രഹ്മരുദ്രദേവജനം ആ ദേവിക്കു അധീനം താൻ. ബ്രാഹ്മണ ഈ കാര്യമങ്ങു ധരിപ്പിക്കേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ശരണം. എൻ്റെ കാര്യമേതു വിധം നിറവേറ്റാൻ കഴിയുമോ ആ വിധത്തിൽ പ്രവർത്തിക്കൂ. ദക്ഷിണ നൽകി ആശ്രമത്തിലെത്തി വിപ്രൻ വിവരങ്ങൾ ധരിപ്പിച്ചു. അതു കേട്ടു സുദർശനൻ പോകാനുറച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സ്വയംവരത്തിനു പോകാൻ സുദർശനനുറച്ചപ്പോൾ സ്വന്തം പുത്രനോടായി മനോരമ പറഞ്ഞു. ശരീരം വിറച്ചു, ദുഃഖവിവശമായി മനം തേങ്ങി. ശരിക്കും നീ എങ്ങോട്ടു പോകുന്നു പറയൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി,
അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഏകനല്ലേ നിരവധി ശത്രുവുണ്ട് ഓർത്തിടേണം. എത്തും യുധാജിത്തും നിന്നെ കൊല്ലുവാനായി. ആരും സഹായിക്കാനില്ല, അതുകൊണ്ടു പോകരുതേ. ആശ്രയമെനിക്കു നീയും മാത്രം ഓർക്കേണം. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. മഹാഭാഗ എന്നെ നീയും നിരാശ്രയയാക്കിയിടല്ലേ. അച്ഛനെ കൊന്ന രാജാവും അവിടെയെത്തും. മഹാഭാഗ എന്നെ നീയും നിരാശ്രയയാക്കിയിടല്ലേ. അച്ഛനെ കൊന്ന രാജാവും അവിടെയെത്തും. എൻ അച്ഛനെ കൊന്ന രാജാവും അവിടെയെത്തും. ഏകാകിയായി അവിടെയെത്തുന്ന നിന്നെ അയാൾ കൊല്ലും. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 262 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകം മുതൽ 31 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പാരായണം ചെയ്തു, ഭാഷാഗാനമായി പാടി. ഇനി അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഇവിടെ ശശികല ഒരു ബ്രാഹ്മണനെ വിളിച്ച് സുദർശനൻ എന്ന രാജകുമാരൻ്റെ അടുത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചു. അവിടെ ചെന്ന് പറയേണ്ട കാര്യങ്ങൾ അതാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. സുദർശനോട് പോയി പറയണം, മനസാ വാച കർമ്മണ മറ്റൊരാളെയും ഞാൻ വിവാഹം ചെയ്യില്ല, അങ്ങേ മാത്രമേ വിവാഹം ചെയ്യുള്ളൂ. ഭഗവത്യാ പ്രസാദേന ശർമാവാഭ്യാം ഭവിഷ്യതി. ദേവിയുടെ ആ ഭഗവതിയാണ് എൻ്റെ സ്വപ്നത്തിൽ വന്ന്
അങ്ങയെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുവർക്കും ശർമാവാഭ്യാം ഭവിഷ്യതി, നമുക്ക് ശർമ്മം ഉണ്ടാവും, സുഖമുണ്ടാവും എന്നാണ്. ആഗന്തവ്യം ത്വയാത്രൈവ ദൈവം കൃത്വാ പരംബലം. അപ്പോൾ ഈശ്വരനെ തന്നെ ഏറ്റവും വലിയ ബലമായി, ഏറ്റവും വലിയ സൈന്യമായി കണക്കാക്കിക്കൊണ്ട്, അങ്ങക്ക് സൈന്യമില്ല, പക്ഷേ ആ ഭഗവാന്റെ ആ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈശ്വരൻ തന്നെയാണ് ഏറ്റവും വലിയ സൈന്യം എന്ന് കരുതി ഈ സ്വയംവരത്തിന് അങ്ങ് പങ്കെടുക്കണം. യദധീനം ജഗൽ സർവം വർത്തത്തെ സചരാചരം ഭഗവത്യാ യദാദിഷ്ടം ന തന്മിഥ്യാ ഭവിഷ്യതി. ചരാചരാത്മകമായിരിക്കുന്ന ഈ ലോകം മുഴുവൻ, ഈ ജഗത്ത് മുഴുവൻ ആർക്ക് അധീനമാണോ ആ ഭഗവതിയാണ് ഇത് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരിക്കലും മിഥ്യയാവില്ല, ഉറപ്പിച്ചോളൂ. യദ്വശേ ദേവതാ സർവ വർത്തന്തേ ശങ്കരാദയ വക്തവ്യോസൗ ത്വയാ ബ്രഹ്മൻ ഏകാന്തേ വൈ നൃപാത്മജ. ശങ്കരാദി ദേവന്മാര്, ബ്രഹ്മരുദ്ര വിഷ്ണു തുടങ്ങിയ ത്രിമൂർത്തികളടക്കം സകല ദേവന്മാരും ആ ദേവിക്ക് അധീനരായിട്ടാണ് ലോകത്തിൽ കഴിയുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണ, അങ്ങ് രാജകുമാരൻ്റെ അടുത്ത് പോയി ഏകാന്തതയിൽ മറ്റാരുമില്ലാത്ത സമയത്ത് രഹസ്യമായി ഈ കാര്യം ആ രാജകുമാരനോട് പറയൂ. യഥാഭവതി മേ കാര്യം തൽകർത്തവ്യം ത്വയാനഘ ഇത്യുക്ത്വ ദക്ഷിണാം ദത്വ മുനിർ വ്യാപാരിതസ്ത്വയ. നിഷ്കളങ്കനായ ബ്രാഹ്മണ, ഹേ അനഘ, പാപരഹിതനായിരിക്കുന്ന ബ്രാഹ്മണ, എൻ്റെ കാര്യം യഥാഭവതി മേ കാര്യം, ഇത് തൽകർത്തവ്യം, അത് എങ്ങനെ നിറവേറ്റാൻ കഴിയുമോ അതുപോലെ അങ്ങ് പ്രവർത്തിക്കൂ. ഇത്യുക്ത്വ എന്ന് പറഞ്ഞിട്ട് ദക്ഷിണാം ദത്വ, ദക്ഷിണ കൊടുത്തു. എന്നിട്ട് ആ ബ്രാഹ്മണനെ മുനിർവ്യാപാരിതസ്ത്വയ, ആ ബ്രാഹ്മണനെ അവിടെ നിന്ന് ശശികല യാത്രയാക്കി. ഗത്വാ സർവം നിവേദ്യാശു തത്ര പ്രത്യാഗതോ ദ്വിജ. അവിടെ ചെന്ന് സുദർശനന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ പറഞ്ഞ് വിവരങ്ങളൊക്കെ ധരിപ്പിച്ച് ബ്രാഹ്മണൻ പ്രത്യാഗതോ ദ്വിജ തിരിച്ചു വന്നു. സുദർശനസ്തു തജ്ഞാത്വാ നിശ്ചയം ഗമനേ തഥാ. സുദർശനനോ ഇത് മനസ്സിലാക്കിയിട്ട് വളരെ ആദരവോടുകൂടി ആ ബ്രാഹ്മണൻ പറഞ്ഞതനുസരിച്ച് ചകാര മുനിനാഥേന പ്രേരിത പരമാദരാൽ, അപ്പൊ നല്ല രീതിയിൽ ബ്രാഹ്മണൻ പറഞ്ഞു. അതുകൊണ്ട് സുദർശനൻ തീരുമാനിച്ചു, നിശ്ചയം ഗമനേ തഥാ, സ്വയംവരത്തിന് പോകണം എന്ന് സുദർശനനും അവിടെ തീരുമാനിച്ചു എന്ന് പറയുന്നു. അങ്ങനെ 26-ാമത്തെ ശ്ലോകത്തിൻ്റെ ആ പൂർവാർത്ഥത്തിൽ ഇത് പറഞ്ഞിട്ട് വ്യാസം പറയുകയാണ് ഉത്തരാർത്ഥത്തിൽ, ഗമനായോദ്യതം പുത്രം തമുവാച മനോരമ. ആ പോകാനായി തീർച്ചപ്പെടുത്തിയ തൻ്റെ മകൻ്റെ അടുത്ത് മനോരമ, അല്ലേ, സുദർശനന്റെ അമ്മ, ധ്രുവസന്ധ്യയുടെ ധർമ്മപത്നി, ആ മനോരമ പറഞ്ഞു, എന്താ, വേപമാനാദി ദുഃഖാർത്ത ജാതത്രാസാശ്രുലോചന കുത്ര ഗച്ഛസി പുത്രാദ്യ സമാജേ ഭൂഭൃതാം കില. പോകാൻ പുറപ്പെട്ട മകനെ കണ്ടപ്പോൾ പെട്ടെന്ന് ശരീരം വല്ലാതെ വിറച്ചുപോയി എന്നാണ്. ദുഃഖവിവശയായി, കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി, മനസ്സു കലങ്ങി. ജാതത്രാസ അശ്രുലോചന. എന്നിട്ട് ചോദിച്ചു, കുത്ര ഗച്ഛസി പുത്രാദ്യ, അദ്യ, മകനെ നീ ഇപ്പോ എങ്ങടാണ് പോണത്? രാജാക്കന്മാർ കൂടുന്ന സ്ഥലത്തേക്ക് എങ്ങാനും ആണോ നീ പോണത്? അങ്ങനെയാണെങ്കിൽ ഏകാഗീകൃത വൈരശ്ച കിം വിചിന്യ സ്വയംവരേ. സ്വയംവരത്തിനാണ് പോണത് എന്ന് അറിഞ്ഞു, എങ്കിലും ചോദിക്കുകയാണ്, നീ ഒറ്റയ്ക്കേ ഉള്ളൂ, നിനക്ക് ശത്രുക്കളുമുണ്ട്, എന്ത് ചിന്തിച്ചിട്ടാണ്, കിം വിചിന്യ സ്വയംവരേ, നീ എന്ത് ചിന്തിച്ചിട്ടാണ് സ്വയംവരത്തിന് പോകാൻ തീർച്ചപ്പെടുത്തിയത്? യുധാജിൽ ഹന്തുകാമസ്ത്വം സമേഷ്യതി മഹീപതി. നിന്നെ കൊല്ലാൻ കാത്തിരിക്കുന്ന ആ യുധാജിത്ത് മഹാരാജാവ്, എൻ്റെ സപത്നിയുടെ അച്ഛൻ, അദ്ദേഹവും അവിടെ വരും എന്ന് നീ ഓർക്കണം. നതേന്യോസ്തി സഹായശ്ച തസ്മാൻ മാ വ്രജപുത്രകാം
ഏകപുത്രാദിദീനാസ്മി തവാധാര നിരാശ്രയ. നിന്നെ അവിടെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നീ പോകരുത്. എനിക്കാണെങ്കിൽ നീ മാത്രമേ ഉള്ളൂ. അല്ലേ? ഈ ഒരൊറ്റ പുത്രനാണ് എനിക്ക്. ഞാൻ വളരെ ദുഃഖിതയാണ്. ഏകപുത്രാദിദീനാസ്മി തവാധാരാ നിരാശ്രയ. ആശ്രയമില്ലാത്ത എനിക്ക് ആധാരം നീ മാത്രമാണ്. നീ മാത്രമാണ് എനിക്ക് ഏകാശ്രയം. അതുകൊണ്ട് നീ പോകാതിരിക്കുകയാണ് വേണ്ടത്. നാർഹസിത്വം മഹാഭാഗ നിരാശാം കർത്തുമദ്യമാം പിതാതേ നിഹതോ യേന സോപി തത്രാഗതോ നൃപ ഏകാകിനം ഗതം തത്ര യുധാജിത്വാം ഹനിഷ്യതി. ഹേ മഹാഭാഗ, നീ ഇപ്പോ എന്നെ നിരാശ്രയാക്കി തീർക്കരുത് എന്നാണ്. നാർഹസിത്വം മഹാഭാഗ നിരാശാം കർത്തുമദ്യമാം. എന്നെ നിരാശ്രയാക്കരുത്. എനിക്ക് നിരാശയുണ്ടാക്കുന്ന ഒന്നും നീ ചെയ്യരുത്. പിതാതേ നിഹതോയേന സോപി തത്രാഗതോ നൃപ. എൻ്റെ അച്ഛനെ കൊന്ന ആ മഹാരാജാവ് സ്വയംവരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടേക്ക് വരും. അയാളുടെ ദൗഹിത്രനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ. ആ ദൗഹിത്രനെയാണ് രാജാവാക്കി അഭിഷേകം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഏകാകിനം ഗതം തത്ര, ഒറ്റയ്ക്ക് ഏകാഗിയായി അവിടെ എത്തുന്ന നിന്നെയും യുധാജിത്വാം ഹനിഷ്യതി, ആ യുധാജിത്ത് കൊല്ലുക തന്നെ ചെയ്യും എന്ന് പറയുന്ന 31-ാമത്തെ ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥത്തിലാണ് നമ്മൾ ഇന്ന് നിർത്തണത്. അതിൻ്റെ അടുത്ത ഭാഗം, അതിന് സുദർശനൻ നൽകുന്ന മറുപടിയാണ് ഇനി ഒരു ഉത്തരാർദ്ധവും പിന്നെ 2 വരികളുള്ള ഒരു ശ്ലോകവും പിന്നീട് ഒരു പൂർവാർത്ഥത്തിലും ആയിട്ട് 4 വരികളിലൂടെ ആ സുദർശനൻ മറുപടിയായിട്ട് പറയുന്നത്. ആ ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു.
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.